അതെ, ഞങ്ങൾ ഇന്നൊരു കല്യാണം കൂടാൻ പോവാ കേട്ടാ. ആരുടെ മേമ കല്യാണം? മരുമോള് ആരാ? നിധുവിന്റെ മോന്റെ. പെണ്ണെവിടുന്നാ? പിന്നെ ഈറോഡ് MCR മുണ്ടിന്റെ മോള്. അതാണ് MCR കല്യാണത്തിന് ഞങ്ങൾ ഇരിങ്ങാലക്കുട MCP ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. കല്യാണം അല്ലായിരുന്നു, റിസപ്ഷൻ. കെട്ട് 3 മണിക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾക്ക് റിസപ്ഷനാണ് ക്ഷണമുള്ളത്. അവിടെ എത്തിയപ്പോഴും അമ്പേ എൻ്റെ കിളി പോയി കേട്ടോ. കാരണം ഒത്തിരി VIP-കളും ഫിലിം സ്റ്റാർസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു VIP ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും. 6 മണിക്കാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ആൾക്കാർ അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം അതെല്ലാം അവരുടെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടു നിന്നു കേട്ടോ. അപ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ട് മോഹൻലാൽ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ദൈവമേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണാനൊരു ഒരു ചാൻസാണ്. ഇത് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ഒരു 3000-ലധികം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം നിന്ന് വെറുതെ സെൽഫിയൊക്കെ എടുത്തു. ഇതാണ് ഇന്നത്തെ കപ്പിൾസ് കേട്ടോ, ആൽബർട്ട് റോഷ്നി. ഞങ്ങളങ്ങനെ സെൽഫിയൊക്കെ എടുക്കുകയാണ്. അവിടെ സെൽഫി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി എന്നോട് ചോദിക്കുകയാണ് ആരാണെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കെയർ ആൻറ്റി സെൽഫി എടുക്കട്ടെ. അങ്ങനെ പിന്നെ ആൻറ്റിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ എന്താ ബന്ധം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവരോട്ടൊക്കെ സെൽഫി എടുത്തു, കെട്ടിയവരും കൂടി. അതെല്ലാം കഴിഞ്ഞൊരു വെൽക്കം ഡ്രിങ്ക്സോട് കൂടി തുടങ്ങി. ഇനി അങ്ങോട്ട് ക്ഷമയുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ, മാമനോടൊന്നും തോന്നരുത്. അങ്ങനെ ഞങ്ങളൊരു വെൽക്കം ഡ്രിങ്ക്സോട് കൂടി അങ്ങ് തുടങ്ങി. ആരംഭിക്കലാമെന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ പതുക്കെ എൻ്റെ മനസ്സിലിട്ടു. കണ്ണി കണ്ടതെല്ലാം അങ്ങോട്ട് എടുത്തു, ഒന്നും ഉപേക്ഷിക്കാൻ പോയില്ല. ക്യാമറ എടുക്കണം, കഴിക്കാൻ നിൽക്കണം, പോസ്റ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം. ഞാൻ എന്ത് കഷ്ടപ്പാടാണ് ചെയ്യുന്നത്. അങ്ങനെ ഇനി എന്തെങ്കിലും അവിടെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ള പതുക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അവിടെയുള്ളതെല്ലാം ഞങ്ങൾ തപ്പിപ്പെറുക്കി വയറ്റിലാക്കി കുറച്ച് സ്പേസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അകത്തുണ്ട് മെയിൻ ഐറ്റംസ്. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കഴിപ്പ് മതിയാക്കി ഞങ്ങൾ നേരെ റിസപ്ഷനിലേക്ക് പോവുകയാണ്. പെണ്ണിൻ ചെറുക്കനെ ഒന്ന് കാണാമല്ലോ. ചെന്നപ്പോൾ ആ പുറത്ത് നിന്നതിൻ്റെ പകുതി ആൾക്കാർ അകത്തുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അത്യാവശ്യം നമ്മുടെ ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ഒന്ന് റീകണക്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ പരിപാടിയൊക്കെ നിന്ന് കാണുകയാണ്. ദൂരെ നിന്ന് പെണ്ണിനും ചെറുക്കനെ കാണാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. പിന്നെ അവിടെ ഇവിടെ ഞങ്ങൾ കുറച്ച് ഷോയൊക്കെ എടുത്തു. ലൈവ് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതൊരു നല്ലൊരു സിംഗറാണ് പാടുന്നത്. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് അടിക്കാനാണ് കേട്ടോ വെച്ച് ഉറപ്പിച്ചത്. ആദ്യം പയ്യെ പയ്യെ തിന്നാം. അങ്ങനെ ഞാനൊരു പൊറോട്ടയും ചപ്പാത്തി, മട്ടൻ കറി, പിന്നെ കണവ അതൊക്കെ കൂട്ടി ഒന്ന് ഇടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കടുത്ത് സീറ്റ് കിട്ടില്ല. അതിനുശേഷം പിന്നെ മേമ ആൻറ്റി വന്നതിന് ശേഷം ഞാൻ പോയി ദം ബിരിയാണിയാണ് എടുത്തിട്ടോ. അതും നല്ലതായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി. വയറ് വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണോ എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഞങ്ങൾ പിന്നെ പോയത് ഡെസേർട്ടിൽ